ഒരു മുൻപിലെ പുത്തൻ കഥാവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. വൈജയന്തി വന്നിട്ടുണ്ട്. വൈജയന്തി ബാലചന്ദ്രനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി വരികയാണ്. അപ്പോൾ വൈജയന്തി കണ്ടിട്ട് ബാലചന്ദ്രനോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ തിരിഞ്ഞിരിക്കുകയാണ്. വൈജയന്തിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും വൈജയന്തി ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ബാലചന്ദ്രൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ കാര്യങ്ങൾ നീ നോക്കേണ്ട ആവശ്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ മോളോ കൃഷ്ണമോളോ അല്ലെങ്കിൽ അലീനയോ ആരെങ്കിലും നോക്കിക്കോളും. നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ വന്ന് ഇടപെടുന്നത് എനിക്കത്ര ഇഷ്ടമുള്ളതല്ലെന്ന് പറഞ്ഞു. വൈജയന്തി ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഈ വെറുപ്പ് കാണിക്കുന്നത്? ഇത്രയും ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വട്ടം പോലും എന്നെ കാണാനോ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞില്ല. എല്ലാവരും വന്ന് നിങ്ങളെ കണ്ടിട്ട് പോയി. എനിക്കൊരു വട്ടം പോലും കാണാൻ അനുവാദം നിങ്ങൾ തന്നില്ല. ഞാനിങ്ങനെ പട്ടിയെപ്പോലെ പുറത്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും വെറുപ്പെന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് നിന്നെ അത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാനത് നിന്നോട് പറയേണ്ട കാര്യവുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ സിസ്റ്റർ ബില്ലുമായിട്ട് വരികയാണ്. ബില്ല് വരുമ്പോഴത്തേക്ക് വൈജയന്തി ആ ബില്ല് വാങ്ങിച്ചിട്ട് ബില്ല് അടയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ വൈജയന്തിയിൽ നിന്ന് ആ ബില്ലിങ് വാങ്ങിക്കുകയാണ്. നീ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ ബില്ലും നീ അടയ്ക്കേണ്ട ആവശ്യമില്ല, എനിക്കതിനുള്ള ആസ്തി ഇപ്പോൾ ഉണ്ട്, ഞാനത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പം വൈജയന്തി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് മനു അങ്ങോട്ട് വരികയാണ്. മനുവിനോട് പറയാണ്, മനു ഈ ബില്ല് കൊണ്ടുപോയി അടച്ചിട്ട് വാ, എൻ്റെ ബാഗിൽ നിന്ന് ആ കാർഡ് എടുത്തുകൊണ്ട് നീ കൊണ്ടുപോയി ബില്ല് അടച്ചിട്ട് വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജയന്തി അങ്ങ് ആകപ്പാടെ വിഷമത്തിലാണ്. മനു ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാലും മനു ആ ബില്ല് വാങ്ങിച്ച് കൊണ്ടുപോയി അടയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലെത്തിയപ്പോൾ അലീന ദാ നിൽക്കുന്നു. അലീനയെ കണ്ടപ്പോൾ ഉടനെ നമ്മുടെ ബാലന് ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. നേരത്തെ ബാലന് അലീനയുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ചെറിയൊരു ദേഷ്യമൊക്കെ വന്നു. എന്നാലും ബാലചന്ദ്രൻ്റെ മനസ്സിൽ അലീനയോട് സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രന് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയാണ് ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കി നമ്മുടെ ബാലചന്ദ്രനെ കൊണ്ടുപോയി മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ മനു ഉണ്ട് കൂടെ. പക്ഷെ നമ്മുടെ വൈജയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വൈജയാണെങ്കിൽ പറയാണ്, നീ എന്തിനാ ആവശ്യമില്ലാതെ ബാലചന്ദ്രൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? ബാലചന്ദ്രൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടണം. നിൻ്റെ ജോലി അമ്മയെ നോക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ള അടുക്കള ജോലി ചെയ്യുക, അതിനപ്പുറം ഒരു ജോലിയും നീ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ അതൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രൻ പറയാണ്, നീ എൻ്റെ കാര്യം നോക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നീ കൃഷ്ണമോള് അല്ലെങ്കിൽ അലീന, ഇവരാരെങ്കിലും നോക്കിക്കോളും എൻ്റെ കാര്യമെന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും വൈജയ്ക്ക് കൂടുതൽ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ ഹെൽത്ത് ശരിയായിട്ടില്ല, ബാലചന്ദ്രനെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വൈജ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിയാണ്. വൈജയന്തി ഓരോരോ കുത്തുവാക്കുകൾ എപ്പോഴും പറയുന്നത് കണ്ട് നമ്മുടെ അലീനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അലീന അവിടുന്ന് പോകാൻ ഒരുങ്ങിയാണ്. വൈജയന്തി അടുത്ത് പറയുകയാണ്, ഞാൻ എപ്പോഴും മാഡത്തിൻ്റെ ആട്ടും തുപ്പും കേട്ട് എപ്പോഴും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇവിടെ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിലാണ് വൈജയന്തി ഇരിക്കുന്നത്. വൈജയന്തി ഒന്നും മിണ്ടില്ല. അങ്ങനെ മുത്തശ്ശി അടുത്ത് നിന്ന് നമ്മുടെ അലീന പറയാണ്, മുത്തശ്ശി ഞാൻ പോവുകയാണ്, എനിക്കിനി ഇവിടെ ഞാനിവിടെ നിൽക്കത്തില്ല, സാറ് വന്നല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്, എനിക്ക് മാഡത്തിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് ആട്ടും തുപ്പും കേൾക്കാൻ എനിക്ക് വയ്യ. അപ്പം മുത്തശ്ശി പറയാണ്, നീ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ, ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് പോയാൽ പോരെ എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ പോവാൻ പോവാം, ഞാൻ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇനി സാറിനോട് പറഞ്ഞിട്ട് ഞാൻ പോകാൻ മുത്തശ്ശി എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നും പോകുന്ന കാര്യം പറയാൻ പോവുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഞാൻ എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം സാറേ എന്ന് പറയുന്നത്. നീ എവിടെ കണ്ടുപിടിക്കും? എവിടത്തേക്ക് കണ്ടുപിടിക്കുന്നത്? നിനക്ക് അങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നത്. അപ്പം അലീന പറയാണ്, ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അലീന പറയുന്നത്, പോകേണ്ട വന്നാൽ പോയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറയാണ്, നീ അങ്ങനെ പോകേണ്ടവളല്ല, നീ ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന വൈജയാണെങ്കിൽ ഇവിടെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇനി ആര് എന്ത് പറഞ്ഞാലും ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നീ എന്തായാലും ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ ബാലചന്ദ്രൻ തറപ്പിച്ച് പറയാണ്. ബാലചന്ദ്രൻ്റെ കുറച്ച് തീരുമാനം കേട്ട് വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വിശേഷം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.